പ്രൈസ് ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും നല്ല അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്നറിയുവാൻ സാധിച്ചാൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം ദാനിയേലിനെ കുറിച്ചാണ്. ദാനിയേൽ 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് ദൈവം അവനെ വിളിക്കുന്നു. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ ദൈവം അവനെ വിളിക്കുകയാണ്. ദൈവസന്നിധിയിൽ ബാബിലോൺ ദേശത്തു നിന്നും കുറേ യൗവനസ്ഥരെ കൂട്ടിക്കൊണ്ട് വന്ന് രാജധാനിയിൽ രാജകൊട്ടാരത്തിൽ അവർക്ക് രാജഭോജനങ്ങളെല്ലാം രാജാവ് കഴിക്കുന്ന അതേ ആഹാരവും വീഞ്ഞും അവർക്ക് കൊടുക്കണമെന്ന് രാജാവിൻ്റെ കൽപ്പനയായി. അപ്പോൾ ദാനിയേൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ദാനിയേൽ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവർ കുടിക്കുന്ന രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവർ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കും? അപ്പനെ അമ്മയെല്ലാം വിട്ട് ദേശത്ത് വന്നിരിക്കുന്നു, ആരും അറിയത്തില്ല, എന്ത് കിട്ടിയാലും എന്ത് തന്നാലും കുടിക്കുകയും കഴിക്കുകയും ചെയ്തോളാമെന്ന് ഓർക്കും. അതേസമയം ദാനിയേൽ ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ മുഖം നോക്കി ദൈവവുമായിട്ട് എപ്പോഴും അന്യോന്യതയിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ദാനിയേൽ ഏത് കഷ്ടകരമായ സാഹചര്യത്തിലും ദൈവത്തിനു വേണ്ടി വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ദാനിയേൽ. അതുകൊണ്ട് ദൈവം അവനോടുകൂടെ ഇരുന്ന് അവനെ അത്ഭുതകരമായി വഴി നടത്തി. നമ്മൾ അത് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അവൻ ഉപവസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അവൻ വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു. ആർക്കും ഒരന്യായവും കപടവും അവൻ്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. അവൻ വിശുദ്ധിയോടെ ജീവിച്ച വ്യക്തിയാണ്. അതായത് അവൻ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ദാനിയേലിനെ രാജസ്ഥാനത്ത് നല്ല സ്ഥാനവും മാനവും കൊടുത്ത് നല്ല ജോലി അവന് കൊടുത്തു. ജോലി കൊടുക്കാനും കാരണമുണ്ട്. രാജാവ് ഒരു സ്വപ്നം കണ്ടു. ദാനിയേലിന് സ്ഥാനവും മാനവും കൊടുത്ത് രാജസ്ഥാനത്തിലെ നല്ല സ്ഥാനത്തിൽ അവൻ ഇരിക്കുകയാണ്. അവൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂടെ ഉള്ളവർക്ക് ഇവനോട് ഭയങ്കര ദേഷ്യം വരികയാണ്, ഭയങ്കര അരിശം. കാരണം അവർ കക്കുകയും മോഷ്ടിക്കുകയും അന്യായം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് ദാനിയേൽ വിശ്വസ്തനായ വ്യക്തി ആയതുകൊണ്ട് ദാനിയേലിനോട് ഇവർക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അതായത് ദാനിയേൽ 6-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയ മക്കളെ, ദാനിയേലിനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇവർ വളരെയധികം എല്ലാവരും ശ്രമിച്ചു. ഒരു കുറ്റം അവനിൽ കണ്ടുപിടിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല. അവൻ അത്ര വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ ജീവിത വിശുദ്ധി പാലിക്കുന്ന വ്യക്തിയായിരുന്നു. അവനിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ പലരും ശ്രമിച്ചിട്ടും അവനിൽ ഒരു തെറ്റും കുറ്റവും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ ഉയർത്തിയത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കാനാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയ മക്കളെ, അതുപോലെ തന്നെ വിശ്വസ്തയോടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോലിയിൽ വിശ്വസ്തയോടെ അവൻ ജോലി ചെയ്തു. നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ വിശ്വസ്തയോടെ ചെയ്യണം. നമ്മളെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായാലും നീ
അച്ഛനായിരിക്കാം, നിങ്ങൾ പാസ്റ്ററായിരിക്കാം, നിങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം, നിങ്ങൾ ടീച്ചറായിരിക്കാം, നിങ്ങൾ ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം. ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയും വിശ്വസ്തയോടെ ജോലി ചെയ്താൽ കർത്താവ് നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ ഉന്നത സ്ഥാനങ്ങളിലെത്തിക്കും. അത് തന്നെയുമല്ല, ആത്മീയമായും ഭൗമ്യമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് ദാനിയേൽ 4-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് രാജാക്കന്മാർ കണ്ട സ്വപ്നങ്ങളുടെ അർത്ഥം അവൻ വിവരിച്ചു കൊടുത്തു. അങ്ങനെ ദൈവാത്മാവ് വസിച്ചത് കൊണ്ട് അവനെ ദൈവം എന്തു ചെയ്തു? ഉയർത്തി. ദൈവാത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. ദൈവാത്മാവ് അവനിൽ ഉണ്ടായതിൻ്റെ കാരണം അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ 3 ആവർത്തിയാണ്, 3 പ്രാവശ്യം, രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും 3 ആവർത്തി അവിടെ ഇവിടെ ഇരുന്നല്ല അവൻ ആരാധിച്ചുകൊണ്ടിരുന്നത്. അവൻ മുട്ടുമേൽ നിന്നും കഷ്ടപ്പെട്ടവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ ആത്മപരവശതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് ഇതൊരു കുറ്റമേ ഇവനെ കണ്ടുപിടിക്കാൻ ഒക്കത്തുള്ളൂ, അല്ലാതെ ഇവനെങ്കിൽ നിന്ന് നമുക്കൊരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് ഇവർ തീരുമാനിച്ചിട്ട് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? രാജാവിനോട് പോയി പറഞ്ഞു, രാജാവേ, രാജാവിനോട് മാത്രം 30 ദിവസം പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാത്തവരെ സിംഹത്തിൻ്റെ കൂട്ടിലെടുത്തിടണം എന്ന് തീരുമാനമായി രാജകൽപ്പനയും എഴുതി. പ്രിയ മക്കളെ, 6-ാം അധ്യായം 7-ാമത്തെ വാക്യം, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന്, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളവാൻ രാജകൽപ്പനയായി. ഈ വിവരം അറിഞ്ഞ് ദാനിയേൽ യെരുശലേമിൻ്റെ വാതിലുകൾ തുറന്നിട്ട് 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇവർ വന്ന് ബന്ധപ്പെട്ട് വന്ന് കണ്ടുപിടിച്ചിട്ട് രാജാവിനോട് പോയി പറയുകയാണ്, രാജാവേ, നിങ്ങൾ ബാബിലോൺ ദേശത്തു നിന്നും കൊണ്ടുവന്ന ദാനിയേൽ എന്ന വ്യക്തി രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല. 3 ആവർത്തി അവൻ്റെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര ദുഃഖമായി. എന്താ ദുഃഖപ്പെടാൻ കാര്യം? രാജാവിന് ദാനിയേലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം രാജാവ് കണ്ട സ്വപ്നങ്ങളെല്ലാം അവൻ വിവരിച്ചു കൊടുത്തു. അതുമല്ല, ആ രാജസ്ഥാനത്ത് അവൻ കാലിട്ടപ്പം മുതൽ ആ രാജസ്ഥാനത്തിന് എല്ലാവിധ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടായി. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തെ ഭയപ്പെട്ട് വിശ്വസ്തയോടെ ജോലി ചെയ്തു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും നമ്മൾ നമ്പികസ്ഥരായി വിശ്വസ്തയോടെ നമ്മൾ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്താൽ നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ദാനിയേൽ ജോലി ചെയ്യുകയും 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇവനെ എങ്ങനെയും കൊടുക്കുന്നതിന് വേണ്ടി ഇവൻ്റെ കൂടെയുള്ളവരെല്ലാം ഇവനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടുപിടിച്ചിട്ട് രാജാവിനോട് പോയി പറഞ്ഞ് രാജാവ് രാജകൽപ്പന എഴുതി. രാജാവിന് വേണ്ടി ഒരു മനുഷ്യനോട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കാനാണ്? ഒരു മനുഷ്യനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊന്നും ഒരു മനുഷ്യനോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു മീഡിയേറ്ററും വേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ദൈവത്തോട് എല്ലാ വിവരവും പറയാം. ഇവർ തമ്പുരു, വീണ, നാഗസ്വരം ഇങ്ങനെ എല്ലാം മുഴക്കുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് രാജാവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തി രാജാവിനോട് പ്രാർത്ഥിക്കും. ഇവൻ പോയി പ്രാർത്ഥിക്കുന്നത് കണ്ട് രാജാവിനോട് പോയി പറയുകയാണ്, രാജകൽപ്പന ലംഘിക്കാൻ പറ്റത്തില്ല, രാജാവ് പറഞ്ഞതുപോലെ ചെയ്യണം. ഇതുപോലെ നീ ബാബിലോൺ ദേശത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ദാനിയേൽ എന്ന വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് രാജാവിന് ഭയങ്കര ദുഃഖമായി. ഇവനെ എങ്ങനെ രക്ഷിക്കണം? ഒരു രാത്രി മുഴുവനും രാജാവ് വളരെ ദുഃഖത്തോടെ കഴിഞ്ഞു.
അങ്ങനെ രാജകൽപ്പന ലംഘിക്കാൻ പറ്റാത്തത് കൊണ്ട് ദാനിയേലിനെ കയ്യും കാലും കെട്ടി സിംഹങ്ങളുടെ കൂട്ടിലേക്ക് എടുത്തിട്ടിട്ട് അവർ വാതിക്കൽ കല്ല് വെച്ച് മുദ്രവിട്ട് ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടു. രാജാവിന് രാത്രി നിദ്ര വരുന്നില്ല. രാജാവ് വളരെ ദുഃഖത്തോടുകൂടെ രാത്രിയെല്ലാം കഴിച്ചു കൂട്ടി. അങ്ങനെ കഴിച്ചു കൂട്ടി അതിരാവിലെ രാജാവ് അന്യമതസ്ഥനാണ്, അന്യജാതിക്കാരനാണ്. ദാനിയേൽ 6-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം നമ്മൾ നോക്കിയാൽ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. അന്യമതസ്ഥനായ ഒരു വ്യക്തി ദാനിയേലിനോട് സംസാരിക്കുവാണ്. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ രാജാവ് ദാനിയേലിനോട് പറയുകയാണ്, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കുമെന്ന്. പ്രിയ മക്കളെ, നമ്മുടെ നടപ്പും കിടപ്പും സംസാരവും മറ്റുള്ളവരോട് ഉപ്പോട് രസമേറിയതും ഇമ്പമായ വാക്കുകൾ പുറപ്പെടുവിക്കുന്നവരുമായിരിക്കണം നമ്മൾ ഉപ്പ് പോലെ മറ്റുള്ളവർക്ക് രുചി വരുത്തുന്ന രീതിയിൽ വേണം നമ്മുടെ ഇടപെടിയിൽ. ദാനിയേൽ അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് ദാനിയേലിനോട് രാജാവ്, അന്യമതസ്ഥനായ രാജാവ് ദാനിയേലിനോട് പറയാണ്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏത് വിധം ജീവിക്കണം, അങ്ങനെ പറഞ്ഞിട്ട് അവനെ കൂട്ടിലിടുകയും അവരാ കൂടിൻ്റെ വാതിക്കൽ കല്ല് വെച്ച് സീല് ചെയ്യുകയും ചെയ്തു. രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവ് വെളുപ്പിനെ ദുഃഖസ്വരത്തോടെ ദാനിയേലിനെ എന്നും പറഞ്ഞു പോയി വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് ദാനിയേൽ 6-ാം അധ്യായം 21, 22, 23 ദാനിയേൽ രാജാവിനോട്, രാജാവേ, ദീർഘായുസ്സ് ഇരിക്കട്ടെ. നീ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. പ്രിയ മക്കളെ, നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? നമ്മളും പറയണം. പറഞ്ഞെങ്കിൽ മാത്രമേ ദാനിയേലിനോടുകൂടെ ഇരുന്ന ദൈവം നമ്മളോടുകൂടെ, പൂർവ്വപിതാക്കന്മാരോടുകൂടെ ഇരുന്ന ദൈവം നമ്മളോടുകൂടെ ഇരിക്കണമെന്ന് വരികിൽ നമ്മളും ദാനിയേൽ ജീവിച്ചതുപോലെ യാതൊരു തെറ്റും കുറ്റവും ഇല്ലാതെ വിശ്വസ്തനായി നമ്മളും ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ദാനിയേൽ ഉപവസിക്കുന്ന വ്യക്തിയായിരുന്നു. 6-ാം അധ്യായം 26, 27 വാക്യം ദാനിയേലിനെ രാജാവ് സിംഹത്തിൻ്റെ കൂട്ടിൽ നിന്നും മേളിൽ കയറ്റിയിട്ട് ഇത് പ്ലാൻ ചെയ്തവരെ എല്ലാം കുടുംബസമേതമായിട്ട് രാജാവ് എന്ത് ചെയ്തു? സിംഹങ്ങളുടെ കൂട്ടിലിട്ട് കളഞ്ഞു. പ്രിയ മക്കളെ, താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുമെന്നാണ് പറയുന്നത്. പ്രിയ മക്കളെ, നിൻ്റെ മേലെ ആര് കൂടോത്രം ചെയ്താലും, ആര് നേർച്ച കാഴ്ച ചെയ്താലും, ആര് നിനക്ക് വേണ്ടി പ്രാഗിയാലും, എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നിനക്കൊന്നും സംഭവിക്കത്തില്ല. അത് അവരുടെ കൂടെ തന്നെ പോകത്തുള്ളൂ. നീ വിശ്വസിച്ചാൽ മതി. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നോടുകൂടെ ഇരുന്ന് നിനക്കൊരു ദോഷവും സംഭവിക്കാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കും, നോക്കും. അത് നിങ്ങളെ പരീക്ഷിച്ച് നോക്കിക്കോ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ അഖിലാണ്ട സൃഷ്ടിതാവാണ്, രാജാതിരാജനാണ്, വലിയ ഡോക്ടറാണ്, നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. എല്ലാ വിധത്തിലും ദൈവം നിന്നെ രക്ഷിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും സിംഹത്തിൻ്റെ കൂട്ടിലിട്ട് കഴിഞ്ഞിട്ട് രാജാവ് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എന്തെന്ന് ചോദിച്ചാൽ 6-ാം അധ്യായം 26, 27 വാക്യം നമുക്ക് നോക്കാം. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും
രാജ്യത്തിൻ്റെ അകത്തിരിക്കുന്ന സകല വ്യക്തികളും, രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും ദാനിയേലിൻ്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. നോക്കിയേ, അന്യമതസ്ഥനായ രാജാവ് ഒരു ലെറ്റർ എഴുതുകയാണ്. ദാനിയേലിൻ്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്ന ദൈവവും എന്നേക്കും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും. നമ്മുടെ അന്യമതസ്ഥനായ രാജാവ് ലെറ്റർ എഴുതുകയാണ്. ഇന്ന് കരപത്രം ട്രാക്സ് മുഖാന്തരം, റേഡിയോ മുഖാന്തരം, TV മുഖാന്തരം ജനങ്ങൾ മൂലെ മുക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഒരുത്തരും ഈ വാക്ക് പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പ്രിയ മക്കളെ, അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, അന്യമതസ്ഥനായ ഒരു രാജാവ് എല്ലാവർക്കും, അവൻ്റെ രാജ്യത്തിലുള്ള സകല വ്യക്തികൾക്കും എഴുത്തെഴുതി അയക്കുകയാണ്. ദാനിയേലിൻ്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന്. പ്രിയ മക്കളെ, നമ്മൾ ഭയഭക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭയഭക്തി, നമുക്കിഷ്ടമില്ലാത്തത് ഒന്നും നമ്മൾ എടുക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ എടുക്കരുത്. നമ്മൾ ഭയഭക്തിയോടെ നല്ലത് മാത്രമേ നമ്മൾ സ്വീകരിച്ച് ജീവിക്കാവൂ. നമ്മൾ ഭയഭക്തിയോടെ ജീവിക്കുന്നവരായിരിക്കണം. ഭയവും ഭക്തിയും ഇല്ല എങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര കഷ്ടമാണ്. ഒരു രാജാവ്, അന്യമതസ്ഥനായ ഒരു വ്യക്തി എല്ലാവർക്കും എഴുത്തെഴുതി എല്ലാവർക്കും അയക്കുകയാണ്. സിംഹങ്ങളുടെ വായിൽ നിന്നും ദാനിയേലിനെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും എല്ലാം വരും. ആർക്കും വരാതിരിക്കത്തില്ല, എല്ലാവർക്കും വരും. ആനയുടെ ഭാരം, അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ഭാരം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും വരും. അതിൽ നിന്നൊക്കെ നിന്നെ വിടുവിക്കണമെന്നവർ യേശുവിനല്ലാതെ ആർക്കും സാധിക്കത്തില്ല. യേശുവിൻ്റെ സന്നിധിയിൽ നീ വരികയും, നോടോ അന്യമതസ്ഥനായ വ്യക്തി പറഞ്ഞിരിക്കുന്നു, നോക്കിയേ, അവൻ നിന്നെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്നും അതുപോലെ തന്നെ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മളെ എല്ലാ വിധത്തിലും രക്ഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യേശു മാത്രം. ഈ ഒരു വ്യക്തി കിണറ്റിൽ വീണുപോയി. നമ്മൾ മേളിൽ നിന്നുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ അവൻ കയറി വരുമോ? ഒരിക്കലും വരത്തില്ല. നമ്മളൊരു കയറോ ഏണിയോ എന്തെങ്കിലും വിട്ട് അവനെ രക്ഷിച്ച് മേളിൽ കയറ്റി കഴിയുമ്പോൾ അവനെ രക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ നമ്മളെ രക്ഷിച്ച് അവൻ്റെ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ആ പാറമേൽ നമ്മൾ നിന്ന് ദൈവത്തിനു വേണ്ടി ജീവിക്കണം. നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം ദൈവത്തിനു വേണ്ടി ജീവിക്കണം. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കും, മരിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിനു വേണ്ടി മരിക്കുമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ദാനിയേൽ എന്താണ് തീരുമാനമെടുത്തത്? ഞാൻ എന്ത് വന്നാലും ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നവൻ തീരുമാനമെടുത്ത് അവൻ 3 പ്രാവശ്യം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 പ്രാവശ്യം അവൻ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. അത് എങ്ങനെ പ്രാർത്ഥിച്ചത്? കസേര കയറിയിരുന്നല്ല അവൻ പ്രാർത്ഥിച്ചത്, കട്ടിലെ കയറിയിരുന്നല്ല അവൻ പ്രാർത്ഥിച്ചത്. അവൻ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു, മുട്ടേ നിന്ന്. പ്രിയ മക്കളെ, അവൻ്റെ കൈ നിലത്ത് കുത്തി മുട്ടേ നിന്ന്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ താഴ്മയോടും വിനയത്തോടും ദൈവസന്നിധിയിൽ താണിരിക്കുന്ന മക്കളായിരിക്കണം. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളായിരിക്കണം.
നമ്മൾ ഇവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും, എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ദൈവത്തെ മുൻനിർത്തി നമ്മൾ ജീവിക്കണം. വേറെ ഒരു വിധത്തിലും, വേറെ ഏത് കൂട്ടുകാർ നമ്മളെ വിളിച്ചാലും, ആര് നമ്മളെ എവിടെ പോകാൻ വിളിച്ചാലും നമ്മൾ പോകരുത്, കുടിക്കരുത്, വലിക്കരുത്, അതൊന്നും നമ്മളെ ഉപയോഗിക്കരുത്. നമ്മൾ യഥാർത്ഥമായിട്ട് ദാനിയേൽ ജീവിച്ചതുപോലെ ഭയഭക്തിയോടെ നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ ദാനിയേൽ 10-3 ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് ദൈവിക ദർശനമുണ്ടായി. അവൻ ദൈവത്തെ കണ്ടു. നമ്മൾ അതുപോലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾക്കും കേൾക്കാൻ സാധിക്കും. നമ്മൾക്കും വെളിപ്പാടും ദർശനവും ദൈവം തരും. ദാനിയേലിന് മാത്രമല്ല ദൈവം തരുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരും. അതുപോലെ തന്നെ ദാനിയേൽ 12-13 നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. അവസാനത്തിൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വരുമ്പോൾ മരിച്ചവർ എഴുന്നേറ്റ് വരും. എന്തിനാ? നമ്മുടെ ഓഹരി. നമുക്ക് ഓരോരുത്തർക്കും നന്മ പ്രവർത്തിച്ചവന് നല്ലത് പ്രവർത്തിച്ചവർക്ക് നല്ല ഓഹരി, കെടുക്ക് പ്രവർത്തിച്ചവർക്ക് കെടുക്ക് ഓഹരി. ഇന്ന് നീ മരിച്ചാൽ നീ എവിടെ പോകും? നീ ഒരു ടിക്കറ്റ് മേടിച്ച് കൈ പിടിച്ചാൽ ആ ടിക്കറ്റ് എങ്ങോട്ടുള്ളതാണെന്നുള്ളത് നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നീ കോട്ടയത്തിനുള്ള ടിക്കറ്റ് മേടിച്ചേച്ചും വെച്ച് ഇടുക്കിക്കുള്ള ബസ്സിൽ കയറിയിരുന്നാൽ നീ കോട്ടയത്തിന് പോകത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ടിക്കറ്റ് എങ്ങോട്ടുള്ളതാണ്? നരകത്തിലേക്ക് പോകുന്ന ടിക്കറ്റാണോ, സ്വർഗത്തിലേക്ക് പോകുന്ന ടിക്കറ്റാണോ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്ത് നോക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന പറഞ്ഞിരിക്കുന്നത്. ദൈവം കൈനീട്ടി നിങ്ങളെ വിളിക്കുകയാണ് മക്കളെ, കൈനീട്ടി വിളിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തിക്ക് അനുസാരമാക്കി ഓഹരി മേടിക്കാനായിട്ട് പോകാനിരിക്കുന്നവരാണ്. ആ കാഹളം ധ്വനിക്കുമ്പോൾ, ആ പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അവനോടുകൂടെ പോകണമെന്ന് വരികിൽ നമ്മൾ വിശ്വസ്തയോടും ദൈവഭക്തിയോടും, ആ ദാനിയേലിനെ ദൈവം എങ്ങനെ വിളിച്ചത്? പ്രിയ പുരുഷനായ ദാനിയേലേ. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കണം. പ്രിയ മകനായ ജോസേ, പ്രിയ മകനായ വർഗീസേ, പ്രിയ മകളായ എൽസിയെ, പ്രിയ മകളായ ശോശാമ്മേ, ദൈവം വിളിക്കണം. നിങ്ങൾ അങ്ങനെ വിളിക്കാനായിട്ട് നമ്മൾ സന്നദ്ധരായിട്ട് ജീവിക്കണം. ദാനിയേലിനെ മാത്രമല്ല ദൈവം വിളിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കും. നമ്മുടെ പുറത്ത് തട്ടി വിളിച്ചുണർത്തി നമുക്ക് കൻസും ദർശനവും ദൈവം തരും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങാം. അതുപോലെ തന്നെ കർത്താവിനോടുകൂടെ പോകുവാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. കർത്താവേ, ഞാൻ ഒന്നുമില്ല, ഞാൻ പാപിയാണ്, ഞാൻ കുറയണം, നീ വളരണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും വചനാനുസരണം നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. കാരണം ഞാൻ 1-2 കന്നഡ വാക്ക് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇത് ഞാൻ കന്നഡയിലും ഇന്നലെ പ്രസംഗിച്ചു. അപ്പോൾ എനിക്കിത് കന്നഡ എൻ്റെ വായിൽ കയറി വരുന്നു, അച്ചര വിക്കൽ പോലെ എനിക്കത് കാരണം വന്നു, ക്ഷമിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയി. ഹസ്ബൻഡ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം എൻ്റെ ചെവിയിൽ ആരോ പറയുന്നത് പോലെ ഇവിടെ ഒരു സ്ത്രീയെ മരണത്തോട് ബെല്ലടിച്ച് ഇരിക്കുന്നു, അവരെ മരിക്കാനായിട്ട് റെഡിയായിരിക്കുന്നു, 2-3 ദിവസത്തിനിടയിൽ മരിക്കും, നീ അവരെ മുമ്പിലോട്ട് ആഹ്വാനം ചെയ്യണമെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു ഓർത്ത് പ്രാർത്ഥിച്ച് ഹസ്ബൻഡ് പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ മൈക്ക് എൻ്റെ കൈ തന്നു. ഞാൻ ഫസ്റ്റിൽ തന്നെ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, ഇവിടെ ഒരാൾ മരിക്കാനായിട്ട് ഏതാനും ദിവസത്തിനിടയിൽ അവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ടിരിക്കുന്നു. അവർ മുൻപോട്ട് വന്നാൽ ദൈവം അവരെ അനുഗ്രഹിക്കും. പറഞ്ഞു വായിട്ടില്ല അതിനു മുമ്പേ ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റ് സ്റ്റേജിൻ്റെ അടുത്തോട്ട് വന്നേ ഉടനെ അയ്യോ എന്തോ കാറിച്ച് അലറി അവൾ പുറകോട്ട് പോയി അങ്ങ് വീണടിച്ച്
പേര് പിടിച്ചിട്ട് അവളെ നിർത്താനായിട്ട് ഒക്കെയില്ല. ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം, ദൈവമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് വിടുതൽ പ്രാപിക്കുകയും ഒരുപാട് പേർക്ക് ഭൂതം വിട്ടുപോവുകയും എല്ലാം ചെയ്തു. ലാസ്റ്റിൽ ആ സ്ത്രീ അവിടെ കിടന്ന് കാറുകയും പിടയ്ക്ക് ലാസ്റ്റിൽ അവരെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. സ്റ്റേജിൻ്റെ അവിടെ കൊണ്ടുവന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടേ അവരെ അടിച്ച് തല്ലി താഴെ വീണു. ഞാൻ ഇവളെയും കൊണ്ടേ പോകത്തുള്ളെന്നാണ് പറയുന്നത്. ഇല്ല, എൻ്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്, നീ കണ്ണ് തുറന്ന് നോക്കാൻ പറഞ്ഞു. എൻ്റെ ദൈവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൾ ദൈവത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നോട് അടുത്ത് വരുന്നവരോട് ഞാൻ അടുത്ത് വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവളിന്ന് അടുത്ത് വന്നു, ദൈവം ഇവിടെ അടുത്ത് വന്നു. നീ വിട്ടുപോകണമെന്ന് പറഞ്ഞു. അയ്യോ, കാറി എങ്ങനെയോ ഞാൻ പൊക്കോളാമേ, എന്നെ കത്തിക്കല്ലേ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് പോയി. അവൾ ചാടി എഴുന്നേറ്റ് വന്ന് എൻ്റെ 2 കാലിലും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സിസ്റ്ററെ, ഞാൻ 2 ദിവസത്തേക്കുള്ളിൽ ജീവിക്കത്തില്ലായിരുന്നു. കാരണം അവൾ ദൈവത്തെ കണ്ടിട്ട് അവൾ തിരിച്ചു പോയിട്ട് 4 വർഷമായി. അവർ അനൗൺസ്മെൻ്റ് ചെയ്യുകയും കരപ്പത്രം വിളിച്ച് നോട്ടീസ് അടിച്ചിറക്കി, ഞങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച്. അങ്ങനെ നോട്ടീസ് അടിച്ചിറക്കി. ആ നോട്ടീസ് കണ്ട് അന്ന് അവിടെ വന്നതാണ്, ദൈവം അവളെ കൊണ്ടുവന്നതാണ്. അങ്ങനെ അവൾ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാമെന്ന് സമർപ്പണം ചെയ്തു പോയി. പ്രിയ മക്കളെ, നിങ്ങൾ ദൈവത്തെ വിട്ടു പോകരുത്. ദൈവത്തെ വിട്ടുപോയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ സാത്താൻ കയറി പ്രവർത്തിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് ഒരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചേർത്തും ആർക്കിനും മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പാ കർത്താവേ, ഞങ്ങളെ കൈവിടല്ലപ്പാ. ഒരിക്കലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. കർത്താവെ, ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും കർത്താവെ, നിൻ്റെ സന്നിധിയിൽ താണിരിക്കുന്ന മക്കളുമാക്കി തീർക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളാക്കി തീർക്കണമേ അപ്പച്ച. ഒരിക്കലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. കർത്താവെ, നിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവെ അപ്പാ, നിൻ്റെ രക്തത്താൽ വേലി കെട്ടണമേ, രക്തത്താൽ മുദ്രയിടണമേ കർത്താവെ. കൈവിടല്ലപ്പാ. ക്യാൻസർ പേഷ്യൻറ്റുകളെ നീ അനുഗ്രഹിക്കണമേ അപ്പ. പരാലിസിസ് അടിച്ചു കിടക്കുന്നവരെ നീ തൊടണമേ അപ്പ. ഇപ്പോൾ തന്നെ അണിപ്പാടുള്ള കരം ഇപ്പോൾ തന്നെ അവരെ തൊടണമേ. പരിശുദ്ധാത്മനെ തൊടണമേ. എല്ലാ കർത്താവെ, പാസ്റ്റർമാരെ, ഇവാഞ്ചലിസ്റ്റുകളെ, എല്ലാ അച്ഛന്മാരെ നീ അനുഗ്രഹിക്കണമേ. സുവാർത്ത എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പച്ച. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ അപ്പ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.